അയർലൻഡിലെ ഒരു തണുത്ത രാത്രിയിലെല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷേ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരറിയാത്ത നിശബ്ദം കാത്തുനിന്നു. സുഷ്മ, ഒരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി. 8 വർഷത്തെ പ്രണയത്തിന് ശേഷം മിസ്റ്റർ സാൻജോയുമായി അവൾ വിവാഹിതയായി. ഇന്ത്യയിൽ വൻ ആഘോഷങ്ങളോടെയായിരുന്നു ആ വിവാഹം. കണ്ടവർക്ക് അതൊരു പൂർണ്ണമായ സന്തോഷ ജീവിതത്തിൻ്റെ തുടക്കമായി തോന്നി. പക്ഷേ ചില കഥകളിൽ പൊട്ടൽ വരുന്നത് കാണാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്നാണ്. സാൻജോ ഇസ്രായേലിൽ ജോലി ചെയ്യുമ്പോൾ സുഷ്മ അയർലൻഡിൽ ജീവിതം പടുത്തുയർത്തുകയായിരുന്നു. ദൂരമുണ്ടായിരുന്നെങ്കിലും ആദ്യമെല്ലാം നന്നായി തന്നെയായിരുന്നു. ഫോൺ വിളികൾ, സ്നേഹ സന്ദേശങ്ങൾ, ഒരുമിച്ചുള്ള ഭാവി സ്വപ്നങ്ങൾ. അപ്പോൾ കുര്യാൻ രംഗത്തെത്തി. അയർലൻഡിൽ സ്ഥിരതാമസക്കാരനായ മലയാളി, 2 കുട്ടികളുടെ അച്ഛൻ. ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. പുറമേ നോക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള, സഹായപരനായ ഒരാളായിരുന്നു. ആദ്യത്തിൽ അവരുടെ ബന്ധം നിരപരാധിയായ സൗഹൃദം മാത്രമായിരുന്നു. പിന്നീട് കുര്യാൻ സുഷ്മയുടെ ലോക്കൽ ഗാർഡിയനായി. സുഷ്മ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ തുടങ്ങി. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ഷോപ്പിങ്ങിനും പാർട്ടികൾക്കും ഒരുമിച്ച് പോവുകയും ചെയ്തു. വിദേശ രാജ്യത്ത് ഇത് സാധാരണ സൗഹൃദം പോലെ തോന്നി. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആശുപത്രിയിലെ ഇടനാഴികളിൽ നിശബ്ദ നോട്ടങ്ങൾ, ഡ്യൂട്ടി സമയങ്ങളിൽ സൂക്ഷ്മമായ മാറ്റങ്ങൾ. കാണാനാവാത്ത ഒരു രേഖ ഇതിനകം കടന്നുപോയെന്നൊരു തോന്നൽ. ഇതിനിടെ സാൻജോയ്ക്കും എന്തോ തെറ്റായി നടക്കുന്നു എന്ന സംശയം വളർന്നു. ഒടുവിലൊരു ദിവസം സാൻജോ ഡബ്ലിൻ വിമാനത്താവളത്തിൽ ഇറങ്ങി. സുഷ്മയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞിരുന്നു. പക്ഷേ സുഷ്മ പറഞ്ഞ വാക്കുകൾ മഞ്ഞുപോലെ തണുത്തതായിരുന്നു. ദയവായി സുഹൃത്ത് പോലെ മാത്രം പെരുമാറും. ആ നിമിഷം സാൻജോയുടെ ഉള്ളിൽ എന്തോ തകർന്നു. ആ രാത്രിയിൽ തന്നെ അദ്ദേഹം തൻ്റെ ബന്ധുവിനെ വിളിച്ചു. അയർലൻഡിലേക്ക് വന്നത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിരാശ വ്യക്തമായിരുന്നു. ഇതിനുശേഷം കഥ ഇരുണ്ട വഴിയിലേക്ക് തിരിഞ്ഞു. കുര്യാനെ സീജ എന്ന വിവാഹമോചിതയുമായി വിവാഹം കഴിപ്പിക്കണമെന്ന ആശയം സുഷ്മ മുന്നോട്ട് വച്ചു. സീജ ദമ്മാമിൽ ജോലി ചെയ്യുന്നയാളായിരുന്നു. പുറമേ നോക്കുമ്പോൾ അത് പ്രായോഗികമായൊരു പരിഹാരമായി തോന്നി. ചെറിയ കുട്ടികളും ക്യാൻസർ ബാധിച്ച അമ്മയും കുര്യാനുണ്ടായിരുന്നു. മാസങ്ങളോളം നീണ്ട ശ്രമങ്ങൾക്ക് ശേഷം ആ വിവാഹം നടന്നു. എല്ലാം ശരിയായ പാതയിലാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ യഥാർത്ഥ കഥ അപ്പോഴാണ് ആരംഭിച്ചത്. അയർലൻഡിൽ കുര്യാനും സുഷ്മയും അവരുടെ അടുത്ത ബന്ധം തുടർന്നു. ഒരു സമയത്ത് കുര്യാൻ തൻ്റെ ജോലി അപകടത്തിലാണെന്ന് സീജയോട് പറഞ്ഞു. തെറ്റായ ഇഞ്ചക്ഷൻ നൽകിയതിനെ തുടർന്ന് പ്രശ്നമുണ്ടായെന്നായിരുന്നു കാരണം. അതോടെ സീജയെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള വിശദീകരണം ലഭിച്ചു. ഇതിനിടെ സാൻജോ അയർലൻഡിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു. വീട്ടിലെ സംഘർഷം കട്ടിയായി. ഒരു രാത്രി സാൻജോയുടെ ഫോൺ മുഴങ്ങി. ലൈനിൽ അമ്മയായിരുന്നു. അല്പസമയം സംസാരിച്ചു. പിന്നെ അദ്ദേഹം വേഗത്തിൽ പറഞ്ഞു, അമ്മേ, എനിക്ക് വളരെയേറെ ഉറക്കം വരുന്നു, പിന്നെ വിളിക്കാം. അത് അമ്മ കേട്ട അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളായിരുന്നു. അതിനുശേഷം വീട് വീണ്ടും നിശബ്ദമായി. പിന്നീട് നടന്നത് ഒരിക്കലും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടില്ല. എന്നാൽ കുറച്ച് സമയത്തിനകം സാൻജോ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. എമർജൻസി വിളിച്ചു, CPR ശ്രമിച്ചു. ആദ്യ വിശദീകരണം ബാത്റൂമിൽ ആത്മഹത്യ ശ്രമം. പക്ഷേ സംഭവം കണ്ട ചിലർ നിശബ്ദമായി സംശയം പ്രകടിപ്പിച്ചു. അവിടെ തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല, ചിലർ പറഞ്ഞു. തെളിവുകളുടെ കുറവും ഔദ്യോഗിക പരാതിയുടെ അഭാവവും കാരണം കേസ് മങ്ങിയ നിലയിൽ തന്നെ നിന്നു. പോലീസ് അന്വേഷണം കടുപ്പിക്കുന്നതിന് മുൻപ് തന്നെ കുര്യാനും സുഷ്മയും അയർലൻഡ് വിട്ടുപോയി. പക്ഷേ കഥകൾ വിമാനങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും. അയർലൻഡിലെയും സാൻജോയുടെ നാട്ടിലെയും മലയാളി സമൂഹത്തിൽ ചുരുൾ പറച്ചിലുകൾ തുടങ്ങി. ഫോൺ വിളികളിൽ, അവിശ്വാസത്തിൽ, നിശബ്ദ ചർച്ചകളിൽ. ക്രിസ്ത്യൻ യുവജന പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന, എല്ലാവർക്കും പരിചിതനായ സാൻജോ ഇപ്പോൾ ഉത്തരം കിട്ടാത്ത ഒരു രഹസ്യത്തിൻ്റെ കേന്ദ്രമായി. ഇന്ത്യയിൽ സീജ ഈ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ വലിയ ആഘാതം നേരിട്ടതായി പറയുന്നു. പിന്നീട് അവൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി. സുഷ്മ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഒരിക്കലുണ്ടായിരുന്ന സ്വീകരണം ഇനി അവളെ കാത്തിരുന്നില്ല. ചില കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടും, ചിലത് നിശബ്ദതയിൽ തന്നെ ജീവിക്കും. അയർലൻഡിൻ്റെ തണുത്ത രാത്രികളിൽ സാൻജോയുടെ കഥ ഇന്നും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല.